ഇത് സുഹാസിനിയല്ലേ? അതെ. ചേട്ടൻ മണക്കാറുള്ളല്ലേ? അതെ, പക്ഷെ ഇപ്പൊ എവിടെയാണ് താമസം? 10 വർഷമായി. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതാ. എന്നെ മനസ്സിലായോ? എന്റെ നാട്ടിലുള്ള ആളായതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്നതല്ലേ. പക്ഷെ ചേട്ടൻ കുറച്ച് വണ്ണം വെച്ചു ഇപ്പോ. അതല്ലാതെ എന്നെ കുറിച്ച് കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്നെ നോക്കി നിന്നിട്ടില്ലേ? അതും അറിയാം. അല്ല, അത് കണ്ണം കണ്ണം തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറൂ പ്ലീസ്. അപ്പൊ ഞാൻ ഔട്ട്. ഓക്കെ. ഞാൻ പണ്ട് കുറെ സാധനങ്ങളൊക്കെ തന്നിരുന്നല്ലോ, നിങ്ങളുടെ ബന്ധു ശിവചേട്ടൻ വഴി. അതെപ്പോ? നിങ്ങൾ പിന്നീട് സാധനങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയി കച്ചവടം ചെയ്തിരുന്നോ? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചത്? തമിഴ് അണ്ണാച്ചിമാർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നല്ലോ. ശിവൻ ചേട്ടനാണെങ്കിൽ സമയത്ത് പൈസ ഒന്നും കൊടുക്കില്ല, ഉടായിപ്പ. അതുകൊണ്ടാ ചോദിച്ചത്. ഇയാൾക്ക് ഓരോ നിറം ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഒട്ട്, വള, സാരി, ചുരിദാറ് എന്നൊക്കെ പറഞ്ഞ് അയാള് ഒരു നീല സാരി എടുക്കാൻ ഉണ്ടാവോ? ഇല്ല. ഓക്കെ, എനിക്കെന്ന് പറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചോ? എത്ര രൂപ തരാനുണ്ട്? പറയൂ, ബസ് വരാൻ സമയമായി. അല്ല, ഞാനതൊക്കെ ഇയാൾക്ക് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്നിനും ഞാൻ പറഞ്ഞിട്ടുമില്ല, ഒന്നും എനിക്ക് തന്നിട്ടുമില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ അയാൾ പല നുണകളും പറഞ്ഞു. ഇയാൾ എന്നെ കണ്ട് ചിരിക്കുകയും എന്നെ നോക്കുകയും ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഞാൻ, പക്ഷെ അയാളൊരു ബുദ്ധിമാനായിരുന്നു, ഞാനൊരു. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയല്ലോ. അയ്യോ, ബസ് വരുന്നു. ഞാൻ ഈ KSF-ലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ കാണാം. അണ്ണാ, സാധനങ്ങളെ കൊടുത്ത പണം വാങ്ങാൻ പഠിക്കണം. അവര് കാല് മാറിയത് കണ്ടാ? അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ. ഇല്ല രായപ്പ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്ത് ജീവൻ വേണമെങ്കിൽ ഓടിക്കോളാൻ. മിന്നൽ വരുന്നെന്ന്. നിനക്ക് വേണ്ടേ? നീ ഓട്. അതല്ലടേ, മിന്നൽ. SI മിന്നൽ സാബു വരുന്നുണ്ട്. നീ വെള്ളത്തിലായതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നാമത് നിന്റെ അരജീവൻ എപ്പം വേണമെങ്കിലും വീഴാം. ഇത്ര അനക്കമുള്ള എനിക്കാണോ? ഇവിടെ ചിലര് വർഷങ്ങളായ അനക്കമല്ലാതെ നിൽക്കണ, അവർക്കാണോ അരജീവൻ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യടേ. നമ്മള് എന്തൊരാർക്ക് കൊടുത്താലും അത് തിരിച്ചു വാങ്ങാൻ പഠിക്കണം. എന്റെ ഡയലോഗില് എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ?